എല്ലാവർക്കും സലി കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ സമീറ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ഹോട്ട് ഡ്രിങ്ക് ആണ്. പിന്നെ എനിക്ക് നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. ഈ വരുന്ന 7-ാം തീയതി ഞങ്ങൾ ദുബായിലോട്ട് വരുന്നുണ്ട്. ഞാനും നിസാർക്കയും സൽമാനും കൂടിയിട്ടാണ് വരുന്നത്. ഇപ്പം നിസാർക്കയ്ക്ക് ഓഫീസ് കാര്യമുണ്ട്, എനിക്കാണെങ്കിൽ 1-2 പരിപാടികളുണ്ട്. അപ്പം ഇതെല്ലാം കൂട്ടിയിട്ട് നമ്മൾ ചൂസ് ചെയ്ത ദിവസമാണ് ഈ ഒരു ദിവസം. 7-ാം തീയതി വന്നിട്ട് ഞങ്ങൾ 10-ാം തീയതി ഇൻഷാല്ലാ തിരിച്ചു വരും. വ്യാഴവും ശനിയും ഞായറും നല്ല തിരക്കുള്ള ദിവസമായിരിക്കും. പിന്നെ ഉള്ളത് ഒരു വെള്ളിയാഴ്ച മാത്രമാണ്. അപ്പോൾ ഞങ്ങൾ താമസിക്കാൻ ബുക്ക് ചെയ്തിരിക്കുന്നത് ദേര സിറ്റി സെന്ററിന്റെ ഓപ്പോസിറ്റുള്ള സംവെയർ ഹോട്ടലിലാണ്. അപ്പം അത് ചൂസ് ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ തിരക്ക് പിടിച്ച ട്രിപ്പിനിടയിൽ നമുക്ക് ഒരു ദിവസം മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഷോപ്പിംഗ് നടത്തണമല്ലോ നാട്ടിലേക്ക് വരുമ്പോഴേക്ക്. അപ്പം അതുകൊണ്ടാണ്, അതും സുൽത്താനും റിസ്വാനും കുറേ ലിസ്റ്റും തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവിടെ തന്നെ ചൂസ് ചെയ്തത്. അതാവുമ്പോഴേക്ക് പിന്നെ പള്ളി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നേരെ നടന്ന് ദേര സിറ്റി സെൻറ്ററിലേക്ക് കയറാം, അവിടെ നടന്ന് ഷോപ്പിംഗ് നടത്താം. പിന്നെ വലിയ ഈ പറഞ്ഞ മാതിരി റിലാക്സ് ചെയ്ത് നമുക്ക് തിരിച്ച് വരാനും പറ്റും. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ വിശേഷം. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഇൻഷാല്ലാ ഞാൻ അവിടെ എത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ഹോട്ട് ഡ്രിങ്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഹോട്ട് ഡ്രിങ്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 12 ബദാം ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ തോല് എളുപ്പത്തിൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നത്. ഒരു 10 മിനിറ്റ് നമ്മൾ ഇതുപോലെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നാൽ ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് ഇതിൽ നിന്ന് തോല് കളഞ്ഞെടുക്കാൻ പറ്റും. കണ്ടോ, ഇതുപോലെ വേണം നമ്മളിത് ഇളക്കിയെടുക്കേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് ഈത്തപ്പഴമാണ്, അതായത് ഡേറ്റ്സ്. ഞാനിവിടെ ഒരു അത്യാവശ്യം വലിപ്പമുള്ള 6 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ചൂടുവെള്ളത്തിൽ ഒരു 5 മിനിറ്റ് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പം ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് എളുപ്പം തന്നെ ഇത് നല്ല സോഫ്റ്റായിട്ട് അരച്ചെടുക്കാൻ സാധിക്കും. ഇതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ ഈ സീഡ് മാറ്റണം. പിന്നെ നമുക്ക് വേണ്ടത് സബ്ജ സീഡാണ്. അതായത് സബ്ജ സീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കസ്കസ് എന്നൊക്കെ പറയില്ലേ, അതാണ്. ഇനി വേറെ നാട്ടിൽ എന്താണ് പറയണമെന്ന് എനിക്കറിയത്തില്ല. ഇത് ഞാൻ കുറച്ച് നമ്മൾ ഈ സർബത്തിലൊക്കെ ഇടുന്നതാണ് ഈ സബ്ജ സീഡ്. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 5 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് ഇതുപോലെ കുതിർന്ന് കിട്ടും. ഇതാണ് ശരിക്കും ഈ സബ്ജ സീഡ്. ഇത് കുറച്ച് ഞാൻ 1 ടേബിൾ സ്പൂണ് ഇതുപോലെ ഒരു ബൗളിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചതാണ്. അപ്പോൾ കുതിരുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മിക്സിയുടെ ഒരു അരയ്ക്കുന്ന ജാർ എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ഈ ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഈ സ്കിന്ന് റിമൂവ് ചെയ്ത ഈ ബദാമും നമുക്ക് ഈ മിക്സിയുടെ ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. കണ്ടോ, ഇപ്പോൾ ഡേറ്റ്സും ബദാമും ഞാനിതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ പാലൊഴിച്ചു കൊടുക്കാം. ഫ്രഷ് മിൽക്കാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. കണ്ടോ, ഇതുപോലെ വേണം അരച്ചെടുക്കേണ്ടത്. നല്ല പേസ്റ്റ് പോലെ ഇപ്പം അരച്ചെടുത്തിട്ടുണ്ട്, കാണാമല്ലോ. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു സോസ് പാനാണ് എടുത്ത് വച്ചിരിക്കുന്നത്. ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ 1 കപ്പ് മിൽക്ക് എടുത്തിട്ടുണ്ട്, അതൊഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു ഹോട്ട് ഡ്രിങ്ക് ഉണ്ടാക്കിയതിൽ ഈ സോസ് പാനാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു. കാരണം ഇതിൻ്റെ ഹാൻഡിലിന് നല്ല നീളമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ ഒരു സിലിക്കോൺ കോട്ടിംഗ് ഉണ്ട് ഈ ഹാൻഡിലിൻ്റെ അടിയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണ നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ എടുക്കുമ്പം പിടിക്കാൻ പറ്റത്തില്ല, ഈ ഭാഗം അങ്ങ് ചൂടാവും. പക്ഷേ ഇത് വന്നിട്ട് ഒന്ന് ഹാൻഡിലിന് നീളമുള്ളത് കൊണ്ടും ഈ സിലിക്കോൺ ഇത് ബീഡിങ് ഉള്ളത് കൊണ്ട് നമുക്ക് നല്ല ഈസി ആയിട്ട് തന്നെ എത്ര ചൂടിലും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ എനിക്കിഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നല്ല കട്ടിയുണ്ട്. അപ്പം നമുക്ക് ഇതിങ്ങനെ അടുക്കി പിടിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. എനിക്കതാണ് നല്ല ഇഷ്ടപ്പെട്ടത്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം കേട്ടോ. പാല് ചൂടായി വരുന്ന നേരം ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. പഞ്ചസാര ഞാൻ കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡേറ്റ്സ് ഇതിലേക്ക് അരച്ച് ചേർക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ മധുരം കൂടിപ്പോവും. ഇതിൽ ഒരുപാട് മധുരം ആയാലും കൊള്ളത്തില്ല.
ഇനി നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന ഈ ഡേറ്റ്സിൻ്റെയും ബദാമിൻ്റെയും ഈ കൂട്ടുണ്ടല്ലോ, അത് ഈ പാലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല ഒരു ഡ്രിങ്കാണ് കേട്ടോ ഇത്. ഇത് എല്ലാം കൂട്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ പാല് ഇങ്ങനെ തിള വന്നുടൻ ഓഫ് ചെയ്യരുത് കേട്ടോ. ഒരു 5 മിനിറ്റെങ്കിലും ഫ്ലെയിം പിന്നെ കുറച്ച് വെച്ചിട്ട് നമ്മൾ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോഴേ ഇത് എല്ലാം കുറച്ചൊന്ന് തിക്കാവത്തുള്ളൂ. ഈ ഡ്രിങ്കിന് ഓവറായിട്ടൊരു മധുരമില്ല കേട്ടോ, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിവിടെ തിള വരുന്നുണ്ട് കണ്ടോ. ഇനി നമ്മൾ ഇതിങ്ങനെ തിളച്ചുകൊണ്ട് ഒരു 5 മിനിറ്റ് അടുപ്പിൽ വെച്ച് കുറുക്കിയെടുക്കണം. അങ്ങനെ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഈ ബദാമും ഈ ഡേറ്റ്സിൻ്റെയും ഫ്ലേവർ നമുക്ക് ഈ പാലിൽ നല്ലതുപോലെ കിട്ടുകയും ചെയ്യും, പിന്നെ ഇതൊന്ന് കുറുകി വരികയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇത് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം നല്ലതുപോലെ തണുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചും എടുക്കാവുന്നതാണ്. പക്ഷേ എപ്പോഴും ഈ ഒരു ഡ്രിങ്ക് ചൂടോടെ കുടിക്കുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ ഇവിടെ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് കണ്ടോ. പാല് നല്ലതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടോ. ഇത് അടിക്ക് പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു സോസ് പാൻ നല്ല കംഫർട്ടായിട്ട് തോന്നിയത്. സാധാരണ നമ്മൾ പാലൊക്കെ ഇങ്ങനെ കാച്ചുമ്പോഴേക്ക് 5 മിനിറ്റൊക്കെ വെച്ച് നമ്മൾ ഇതുപോലെ എടുക്കുമ്പം ഈ അടിഭാഗം ഇങ്ങനെ കറുത്ത് വരും. ഇത് പക്ഷെ അങ്ങനെ ഒന്നും ആയിട്ടില്ല കേട്ടോ. ഇത് നിങ്ങൾക്ക് കാണാമല്ലോ. ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. ഇപ്പം ഞാനിത് ചൂടോടുകൂടി തന്നെ ഗ്ലാസ്സിൽ ഒഴിക്കുകയാണ്. അപ്പം ഈ ഞാനിവിടെ സബ്ജ സീഡ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ഞാൻ കുറച്ച് ഈ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ് കേട്ടോ, കുറച്ചിട്ട് കൊടുത്താൽ മതി. അപ്പം നമുക്കിനി ഇത് ഇളക്കിയിട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ശരിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം എന്താ അറിയോ, നമുക്ക് ഇങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കാൻ പറ്റും. ഇങ്ങനെ 2 സൈഡിലും ഈ പാത്രത്തിന് ഒരു ചാനൽ പോലെ ഉണ്ട്. അപ്പം നമുക്ക് ഗ്ലാസ്സിലേക്കൊക്കെ ഒഴിക്കാൻ ഈസിയാണ്. വെൽക്കം ഡ്രിങ്ക് ആകുമ്പോൾ ഇതുപോലെ ചെറിയ ഗ്ലാസ്സിലല്ലേ നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തതുപോലെ 1 കപ്പ് മിൽക്ക് മതിയാവും. ഞാൻ 250 ml കപ്പിലാണ് മിൽക്ക് എടുത്തത് കേട്ടോ. ഇനി ഞാൻ ഇതിന് മുകളിലേക്ക് കുറച്ച് സാഫ്രോൺ കൂടി ഇടണേ. ഈ സാഫ്രോൺ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ഇടുന്നെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ അതിട്ടിട്ട് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. നമ്മുടെ വെൽക്കം ഡ്രിങ്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് എന്തായാലും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾക്കിത് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഈസി റെസിപ്പികൾക്കായി സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടിപൊളി, നല്ല കസ്കസും ബദാമിൻ്റെയും എല്ലാം നല്ല ടേസ്റ്റ്. അടിപൊളി.